ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സോ നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ കോംപ്ലക്സ് അനാലിസിസിൽ നിന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കോയിഫിഷ്യൻറ്റ് ഓഫ് ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 1 ബൈ ഇസഡ് എബോവ് ഇസഡ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് 1 ബൈ ഇസഡ് ആണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. ആ എക്സ്പാൻഷനിൽ ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് വേണം. ഈ പറയുന്ന എക്സ്പാൻഷനിൽ ഈ പറയുന്ന ആളുണ്ടാവണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റീഅറേഞ്ച്മെൻറ്റ് നടത്തിയാലാണ് ഈ പറയുന്ന ആളെ നമുക്ക് കയറ്റാൻ പറ്റൂ. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുമെന്ന് വെച്ചാൽ 1 ബൈ ഇസഡ് നമുക്ക് ആരെയാണ് വേണ്ടത്? ഇസഡ് മൈനസ് 1നെ വേണ്ടത്. അപ്പോൾ ഞാനൊരു -1 + 1 ചെയ്താൽ പ്രശ്നം തീരുമില്ലേ? ഇതിനെ എനിക്ക് 1 ബൈ 1 പ്ലസ് ഇസഡ് മൈനസ് 1 എന്ന് എഴുതിയ പ്രശ്നം കഴിഞ്ഞു. ഓക്കെ, ഇനി എനിക്കിത് എക്സ്പാൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്തു? 1 പ്ലസ് ഇസഡ് മൈനസ് 1 പ്ലസ് ഇസഡ് മൈനസ് 1 ഹോൾ റേസ് ടു ന്യൂമറേറ്ററിൽ കയറുമ്പോൾ ഇതെന്താണ്? -1 ആവും. അപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു -1 എന്ന് വെച്ചാൽ 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് ഇസഡ് ക്യൂബ്, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് പോകും. അപ്പോൾ ഓർത്തിരിക്കാനായിട്ട് ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്സും മൈനസ്. അപ്പോൾ 1 മൈനസ് ഇസഡ് മൈനസ് 1 പ്ലസ് ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് ഇസഡ് മൈനസ് 1 ഹോൾ ക്യൂബ് എന്ന് വരും. ഓക്കെ, അപ്പോൾ 1 മൈനസ് ഇസഡ് മൈനസ് 1 പ്ലസ് ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് ഇസഡ് മൈനസ് 1 ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര. അപ്പോൾ ഇവിടെ ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? 1 ആണ്. അപ്പോൾ ആൻസർ വരിക 1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്. The coefficient of z minus pi whole raised to 4 in the power series expansion of sin z by z minus pi above z equal to pi. നമുക്ക് z minus pi whole raised to 4ൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനെ നോക്കുമ്പോൾ ഇവിടെ z മൈനസ് പൈ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ നോക്കിക്കേ, z ഉള്ളൂ. നമുക്ക് ഈ പറയുന്ന ഒരു എക്സ്പാൻഷൻ വേണമെങ്കിൽ ഈ z എന്ന് പറയുന്നത് എന്ത് തന്നെയാവണം? z മൈനസ് പൈ ആവണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ z മൈനസ് പൈക്ക് ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഓക്കെ, t ഇസ് ഈക്വൽ ടു z മൈനസ് പൈ. അങ്ങനെയാണെങ്കിൽ z എന്ന് വെച്ചാൽ എന്താ? z ഈക്വൽ ടു t പ്ലസ് പൈ എന്ന് എഴുതി കൂടെ? ഓക്കെ, z ഈക്വൽ ടു t പ്ലസ് പൈ. അപ്പോൾ ഇത് എങ്ങനെയാണ് വരിക നമുക്കൊന്ന് നോക്കാം. സൈൻ t പ്ലസ് പൈ ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, സൈൻ പൈ പ്ലസ് ടി എന്ന് പറയുന്നത് എന്താ? അല്ലെങ്കിൽ സൈൻ പൈ പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്താ? മൈനസ് സൈൻ പൈ പ്ലസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, സൈൻ പൈ പ്ലസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. സൈൻ പൈ മൈനസ് എക്സ് എന്ന് വെച്ചാൽ എന്താ? സൈൻ എക്സ് ആണ്. സൈൻ പൈ പ്ലസ് എക്സ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് സൈൻ ടി ഡിവൈഡഡ് ബൈ ടി വരുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ -1/t കോമൺ എടുത്തിട്ട് സൈൻ ടിയുടെ എക്സ്പാൻഷൻ കൊടുക്കാം. ഇവിടെ സൈൻ ടിയുടെ എക്സ്പാൻഷൻ ഓർത്തിരിക്കുക. ഇപ്പോൾ സൈൻ എക്സിൻ്റെ ആണെങ്കിൽ എക്സ് മൈനസ് x³ 3 പ്ലസ് x⁵5 ഫാക്ടോറിയൽ മൈനസ് x⁷7 പ്ലസ് എക്സെട്ര. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ടി മൈനസ് t³ 3 പ്ലസ് t⁵5 മൈനസ് t⁷7 പ്ലസ് എക്സെട്ര. ഓക്കെ ആലോ. ഇനി നമുക്ക് -1/t ഉള്ളിലേക്ക് കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ -1/t ഇൻറ്റു ടി എന്ന് പറയുന്നത് -1. ഇനി -1/t ഇൻറ്റു -t³ എന്ന് പറയുന്നത് t² വരില്ലേ? ഓക്കെ, പ്ലസ് t² അടുത്തത് നമുക്ക് t⁴/5 പ്ലസ് t⁶7 പ്ലസ് എക്സെട്ര വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്പാൻഷൻസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എന്ത് കൊടുത്താൽ മതി? ടീനെ റീപ്ലേസ് ചെയ്താൽ മതി. ഇവിടെ ടീനെ z മൈനസ് പൈ ആക്കിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെന്ത് വരും? -1 പ്ലസ് z മൈനസ് പൈ ഹോൾ സ്ക്വയർ ബൈ 3 മൈനസ് z minus pi whole raised to 4/5 plus
പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന z-π⁴ കോഎഫിഷ്യൻ്റ്. അപ്പോൾ എന്താ വരിക? -1/5 ഫാക്ടോറിയൽ ആണ് ആൻസർ വരിക. അതായത് -1/20. -1/120 ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ കോഎഫിഷ്യൻ്റ് ഓഫ് z+1 ഇൻ ദ പവർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് f of z equal to z+1/z-1 about z equal to -1 is. അപ്പോൾ ഇവിടെ മേലെ z+1 ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ താഴെ z-1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ മാറ്റിയേ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ z+1 ഡിവൈഡഡ് ബൈ z, നമുക്ക് എന്താ വേണ്ടേ? ഒരു 1 വേണം. അപ്പോൾ +1 ചെയ്തു, റിമൈനിങ് അവിടെയുള്ള -1 ഇവിടെ ആഡ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു -1 സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ എന്ത് വന്നു? z+1 ഡിവൈഡ് ബൈ z+1 -2 വന്നു. ഓക്കെ, അതായത് എങ്ങനെ എഴുതാം? z+1 ഡിവൈഡഡ് ബൈ -2 പ്ലസ് z+1 എന്ന് വരുമല്ലോ. ഓക്കെ, സംശയമില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ -2 നമുക്ക് എക്സ്പാൻഷൻ, ഇപ്പോൾ z+1 നമുക്ക് പുറത്തേക്ക് എടുക്കാം, ഈ z+1 നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇവിടെ നമുക്ക് കണ്ടേക്കുന്ന 1 + x⁻⁻1 അങ്ങനെ ഒരു സെറ്റപ്പാണ്. ഇവിടെ 1-ന് പകരം -2 ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? -2 പുറത്തേക്ക് എടുക്കണം അല്ലേ? അപ്പോൾ ഒരു -2 നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 1 z+1 ബൈ 2 എന്ന് വരത്തില്ലയോ? ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇത്രയും നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കാം. അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പുറത്തേക്ക് വെക്കാം. ഇത് നമുക്ക് ന്യൂമറേറ്ററിൽ കിട്ടുമ്പോൾ എന്ത് വരും? 1 - z+1 ബൈ 2 (1) വരില്ലേ? ഓക്കെ, ഇനി ഇത് എക്സ്പാൻഷൻ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് വരിക? 1 പ്ലസ് ഇവിടെ -1ഉം മൈനസും എന്താവും? പ്ലസ് ആവും എന്ന് ഓർത്തിരിക്കുക. 1 + z+1 ബൈ 2 പ്ലസ് അടുത്തത് z+1 ബൈ 2 (2). അടുത്തത് വരികയാണെങ്കിൽ z+1 ബൈ 2 (3) പ്ലസ് എക്സെട്ര പോവും. നമ്മളോട് ഇവിടെ z+1 കോഎഫിഷ്യൻ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം എങ്ങനെയാണ് വരിക? -z+1 ബൈ 2, സെക്കൻഡ് ടേമോ -z+1 ബൈ 2 (2), തേർഡ് ടേമോ -z+1 ബൈ 2 (3). ഇവിടെ z+1 എക്സ്പാൻഷൻ എന്താ? -1/2³ എന്ന് പറയുന്നത് -1/8 ആണ് ആൻസറായിട്ട് കിട്ടുക. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കോഎഫിഷ്യൻ്റ് ഓഫ് z³ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 1/z² - 3z + 2 ഇൻ ദ റീജിയൻ z <1. അപ്പോൾ ഇവിടെ നോക്കിക്കേ, z³ എക്സ്പാൻഷനാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെയാണ് കിടക്കുന്നത്. നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യണതിന് പ്രശ്നമില്ലല്ലോ. ഇവിടെ പ്രൊഡക്റ്റ് 2ഉം സമ്മും -3 വരുന്ന നമ്പേഴ്സിന് ഏതാ? 1 × 2 -1 × 2 2 തന്നെ, -1 -2 എന്ന് വെച്ചാൽ -3. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1/z-1 ഇൻറ്റു z-3 എന്ന് എഴുതുന്നതിന് പ്രശ്നമുണ്ടോ? ഓക്കെ, ഇനി നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ്? നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യണം. നമുക്കിവിടെ ഒന്നും ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല നമ്മുടെ മുന്നിൽ.
അപ്പോൾ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാനൊരു ട്രിക്ക് ഉണ്ട്. ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. 1 ഡിഫറൻസ്, അതായത് Z-1ഉം Z-3യും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 2. ഓക്കെ, സോറി Z-2 അല്ലേ? ഓക്കെ, അപ്പോൾ Z-1ഉം Z-2ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 1 ആണ്. ഓക്കെ, ഇനി 1 ഡിഫറൻസ് ഇൻറ്റു 1 സ്മോൾ. ഇതിലേറ്റവും ചെറുത് ഏതാ? ജസ്റ്റ് ട്രിക്ക് കേട്ടോ. ഇതിലേറ്റവും ചെറുത് ഏതാ? 1/Z-1 ആണോ അതോ 1/Z-2 ആണോ ചെറുത്? Z-2 അല്ലേ? അപ്പോൾ 1/Z-2 മൈനസ് 1 ലാർജസ്റ്റ്. ഇവിടെ ലാർജസ്റ്റ് എന്താ? അതായത് ഇങ്ങനെ 1 ഡിഫറൻസ് ഇൻറ്റു സ്മോൾ മൈനസ് ലാർജസ്റ്റ്. അപ്പോൾ ഇവിടെ സ്മോൾ എന്താണ്? 1/Z-2 ആണ് സ്മോള്. ലാർജ് ഏതാ? 1/Z-1 ആണ് ലാർജ്. ഇപ്പം നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിപ്പോൾ 1/Z-2 മൈനസ് 1/Z-1 ആണ് കിടക്കുന്നത്. നമുക്ക് ഇനി എക്സ്പാൻഷൻ ചെയ്യണമെങ്കിൽ ഏത് ഫോമിൽ ആക്കണം? 1 - Z ആ ഒരു ഫോമിലേക്ക് ആക്കണം അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് 1 - Z ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു മൈനസ് കോമൺ എടുത്താൽ മതി. അപ്പോൾ ഇതെന്താവും? 1 + 1/1 - Z ആവും. ഇതിൻ്റെ കാര്യം ഓക്കെ. ഇനി ഇവിടെ നോക്കിക്കേ, 1/Z-2. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കോമൺ എടുക്കണം? ഇവിടെ നിന്ന് കോമൺ എടുക്കാൻ പറ്റിയത് -2 കോമൺ എടുക്കുവാണെങ്കിൽ ആവൂലേ? നോക്കി, -2 കോമൺ എടുത്തിട്ടുണ്ടെങ്കിൽ 1 - Z/2 വരില്ലേ? ഓക്കെ, ഇത് ഓർത്തിരിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. അതായത് ഇവിടെ mod Z <1 Z ആണ് ന്യൂമറേറ്ററിലേക്ക് എടുക്കുന്നതെങ്കിൽ കോൺസ്റ്റൻറ്റ് കോമൺ എടുക്കുക. ഓക്കെ ആണോ? ഇവിടെ കോൺസ്റ്റൻറ്റ് എന്താ? -2 അല്ലേ? അപ്പോൾ -2 കോമൺ എടുക്കുക. ഇവിടെ പിന്നെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -1/2 ഇൻറ്റു 1 - Z/2 ഹോൾ ഇൻവേഴ്സ് പ്ലസ് 1 - Z ഹോൾ റേസ് ടു -1 എന്ന് എഴുതാമല്ലോ, പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് എക്സ്പാൻഷൻ കൊടുക്കാം. -1/2 അങ്ങനെ തന്നെ നിൽക്കട്ടെ. 1 - Z-2 ഹോൾ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ മൈനസ് മൈനസ് പ്ലസ് ആവുന്ന ഓർക്കുക. 1 + Z/2 പ്ലസ് Z/2 ഹോൾ സ്ക്വയർ പ്ലസ് Z/3 ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് അടുത്തത് ചെയ്യുക. 1 + Z പ്ലസ് Z² / 2 ഫാക്ടോറിയൽ പ്ലസ് Z³ / 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? മൊത്തം സമ്മപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? -1/2 മൈനസ് Z/4 മൈനസ് Z² / 8 മൈനസ് Z³ ഇത് 2 ആണ് /16 മൈനസ് എക്സെട്ര പ്ലസ് 1 + Z പ്ലസ് Z² / 2 ഫാക്ടോറിയൽ പ്ലസ് ഇവിടെ നമ്മൾ 1 - Z ഹോൾ റേസ് ടു -1 എക്സ്പാൻഷൻ എന്താ? 1 + X + X² പ്ലസ് X³ പ്ലസ് എക്സെട്ര അല്ലേ? ഇവിടെ ഡിനോമിനേറ്റർ വരുന്നില്ലല്ലോ, അത് സൈൻ Z ലും
കോസസിലൊക്കെ അല്ലേ അങ്ങനെ വരിക. അപ്പോൾ ഇവിടെ ഇതില്ല കേട്ടോ, തെറ്റിപ്പോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും പ്ലസ് എക്സെട്ര. ഇനി നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്തുവാ? ഇസഡ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റാണ്. ഇസഡ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? ഇവിടെ -1/16 ഇവിടെ ഇസഡ് ക്യൂബ് വരുന്നില്ലേ? ഓക്കെ, അവിടെ എന്താ വരിക? കോയിഫിഷ്യൻ്റ് 1 ആണ്. സോ നമുക്ക് എന്ത് പറയാം? -1/16 + 1, അതായത് 15/16 ആണ് കോയിഫിഷ്യൻ്റായിട്ട് വരിക എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The Lorentz series expansion of f of z equal to 1/z² minus 4z plus 3 in the domain 1 less than mod z less than 3. അപ്പോൾ നമ്മൾ പേടിക്കൊന്നും വേണ്ട, നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഇവിടെ ആ ഒരു ഡൊമെയിൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ ലോറൻസ് സീരീസ് എക്സ്പാൻഷനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ f of z ഈക്വൽ ടു ഇത് തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ ഡിനോമിനേറ്ററിനെ നമ്മുടെ ഭാഷയിലേക്ക് ആക്കി വയ്ക്കാം. അതായത് പ്രൊഡക്റ്റ് 3യും സമ്മും -4 വരുന്ന രീതിയിൽ എഴുതുമ്പോൾ 1/z-3 ഇൻറ്റു z-1. ഓക്കെ, ഇവിടെയാണെങ്കിൽ -3യും -3 -1. ഓക്കെ, അപ്പോൾ -3 -1 പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ 3 കിട്ടും, സം ചെയ്യുമ്പോൾ -4 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുക. അതിന് നമ്മൾ ട്രിക്ക് യൂസ് ചെയ്യുക. 1 ഡിഫറൻസ് എന്താ? 1ഉം 3യും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 2 ആണ്. ഓക്കെ, ഇൻറ്റു ഇവിടെ ലാർജസ്റ്റ് ഏതാണ്? സ്മോൾ മൈനസ് ലാർജ് അല്ലേ? സ്മോൾ എന്താണ്? 1/z-3 മൈനസ് 1/ലാർജ് എന്താണ്? z-1. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മളത് സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് വേണ്ടത്? എങ്ങനെയാണ്? 1 - z അല്ലെങ്കിൽ 1 + z ആ ഒരു സെറ്റപ്പിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കോമൺ എടുക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ അതിനൊരു ട്രിക്ക് ഉണ്ട്. ഇവിടെ 1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 3. അപ്പോൾ 1 ലെസ് ദാൻ മോഡ് z ഉണ്ട്, അതുപോലെ തന്നെ മോഡ് z ലെസ് ദാൻ 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കെപ്പോഴും എങ്ങനെ എഴുതണം? അതായത് എന്താണ്? സംതിങ് ലെസ് ദാൻ 1 എന്നുള്ള ഫോമിൽ വേണം എഴുതാനായിട്ട്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? മോഡ് z/3 ലെസ് ദാൻ 1 എന്നുള്ള സെറ്റപ്പിൽ എഴുതി. ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടെ മോഡ് z ഇൻറ്റു സംതിങ് ലെസ് ദാൻ 1 എന്നുള്ള ഫോമിലാണെങ്കിൽ ഇവിടെ മോഡ് z ഗ്രേറ്റർ ദാൻ 1 1/mod z ലെസ് ദാൻ 1 ആയി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ടും ലെസ് ദാൻ 1 എന്നുള്ള സെറ്റപ്പില്ല. ഇവിടെ നോക്കിക്കേ, മോഡ് z എവിടെയാണ്? മേലെയാണ് നിൽക്കുന്നത്. മോഡ് z മേലെയാണെങ്കിൽ എന്ത് കോമൺ എടുക്കണം? കോൺസ്റ്റൻറ്റ് കോമൺ എടുക്കണം. ഇനി മോഡ് z താഴെയാണെങ്കിൽ എന്ത് കോമൺ എടുക്കണം? z കോമൺ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. 1/2 ഇൻറ്റു ഇവിടെ എന്താണ്? മോഡ് z മേലെയാണ്, അപ്പോൾ കോൺസ്റ്റൻറ്റ് കോമൺ എടുക്കുക. അപ്പോൾ 1/-3 ഇൻറ്റു 1 - z/3 വരും. ഓക്കെ, ശരിയല്ലേ? ഇനി നെക്സ്റ്റ് ഇവിടെയാണെങ്കിൽ എന്താ കോമൺ എടുക്കേണ്ടത്? ഇവിടെയാണെങ്കിൽ z കോമൺ എടുക്കണം. അപ്പോൾ z കോമൺ എടുക്കുമ്പോൾ 1/z കോമൺ എടുക്കുമ്പോൾ 1 - 1/z. അപ്പോൾ നമ്മുടെ രീതിയിലേക്ക് ആയില്ലേ? നോക്കിക്കേ. ഓക്കെ, ഇനി നമുക്കിതെങ്ങനെ എഴുതാം? അതായത് 1/2 ഇൻറ്റു -1/3 ഡിനോമിനേറ്ററിന് മേലെ കയറ്റുമ്പോൾ 1 - z/3 ഹോൾ റൈസ് ടു -1 മൈനസ് 1/z ഇൻറ്റു 1 - 1/z ഹോൾ റൈസ് ടു -1 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താണ്? ആസ് യൂഷ്വൽ എക്സ്പാൻഡ് ചെയ്യുക. 1/2 കോമൺ എടുക്കുക, -1/3 അങ്ങനെ തന്നെ നിൽക്കും. 1 - z/3 ഹോൾ റൈസ് ടു -1 എന്ന് വെച്ചാൽ 1 + z/3 + z/3 ഹോൾ സ്ക്വയർ + z/3 ഹോൾ ക്യൂബ് + എക്സെട്ര പോവും. ഓക്കെ, ഇനി -1/z ഇൻറ്റു ഇതാണെങ്കിലോ 1 + 1/z
പ്ലസ് 1/z ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പോവും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഉള്ളിലേക്ക് കൊടുക്കാം. അപ്പോൾ 1/2 ഇൻറ്റു -1/3 -1/6 ഇൻറ്റു 1 അങ്ങനെ തന്നെ ഇവിടെ ചെയ്യുകയാണെങ്കിൽ -z/18 ഓക്കെ -z²/54 മൈനസ് എക്സെട്ര അങ്ങനെ പോകും. ഇവിടെയാണെങ്കിൽ -1/z പിന്നെ ഇവിടെ 1/2 മൊത്തത്തിൽ കോമൺ അല്ലേ. അപ്പോൾ ഇവിടെ -1/z ഇൻറ്റു 1 ഇൻറ്റു 1/2 എന്ന് പറയുന്നത് -1/2. പിന്നെ അടുത്തത് -1/2z ഇൻറ്റു 1/z എന്ന് പറയുന്നത് -1/2z² അങ്ങനെ പോകും. ഓക്കെ, ഇതാണ് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പാൻഡ് 1/z² - 3z + z ഇൻ ദ റീജിയൻ mod z ലെസ് ദാൻ 1. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താണ് ഇവിടെ പ്രൊഡക്റ്റ് 2ഉം 1ഉം സം എന്ത് വണ്ണം -3ഉം 1. അപ്പോൾ -2 ഇൻറ്റു -1 എന്ന് പറയുന്നത് 2 ആണ്. -2 -1 എന്ന് വെച്ചാൽ -3 ആണ്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയി. ഇനി ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 1/z - 2 ഇൻറ്റു z - 1 എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡിഫറൻസ് എടുക്കാം അല്ലേ, ഈ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇവിടെ കോമൺ എന്താണ്? ഡിഫറൻസ് 1 തന്നെയാണ്. ഇവിടെ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണ്? 1/z - 2 മൈനസ് 1/ ലാർജസ്റ്റ് ഇവിടെ എന്താണ്? z - 1 ആണ്. അപ്പോൾ ഇങ്ങനെ വരും. ഇനി നമുക്കിവിടെ mod z ലെസ് ദാൻ 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ആക്കേണ്ട ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ mod z ഇൻറ്റു സംതിങ് ലെസ് ദാൻ 1 എന്നുള്ള രീതിയിലല്ലേ വേണ്ടേ. അപ്പോൾ ഇവിടെ mod z ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താ കോമൺ എടുക്കാൻ പറ്റണ്ടേ? ഇവിടെ നിന്ന് കോമൺ എടുക്കാൻ പറ്റുക എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് വേണം കോമൺ ആയിട്ട് എടുക്കാനായിട്ട്. ഓക്കെ, കോൺസ്റ്റൻറ്റ് വേണം കോമൺ ആയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റയടിക്കാക്കാം. 1/1 - z എന്നാക്കാം. ഇവിടെ കോൺസ്റ്റൻറ്റ് കോമൺ എടുക്കുമ്പോൾ -2 ഇൻറ്റു 1 - z/2 വരും. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -1/2 ഇൻറ്റു 1 - z/2 ഹോൾ റേസ് ടു -1 പ്ലസ് 1 - z ഹോൾ റേസ് ടു -1 എന്ന് എഴുതുന്നതിന് പ്രശ്നമുണ്ടോ? ഇല്ല. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? -1/2 ഇൻറ്റു 1 - z/2 ഹോൾ റേസ് ടു -1 എക്സ്പാൻഷൻ, അതായത് 1 + z+2 പ്ലസ് z+2 ഹോൾ ക്യൂബ് പ്ലസ് z/2 ഇത് ഹോൾ സ്ക്വയർ ആണ്, ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര. ഓക്കെ, ഇനി പ്ലസ് 1 - z ഹോൾ റേസ് ടു -1 കോഎഫിഷ്യൻറ്റ് 1 പ്ലസ് z പ്ലസ് z² പ്ലസ് z³ പ്ലസ് എക്സെട്ര പോവും. ഇത് നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2 -z/4 -z²/8 -z³ പ്ലസ് എക്സെട്ര പ്ലസ് 1 പ്ലസ് z പ്ലസ് z² പ്ലസ് എക്സെട്ര. ഓക്കെ, ഇതായിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്ലിയറാലോ? ഇനി നമുക്ക് ഇവിടെ എന്താണ് -1/2 1 നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ -z/4ഉം z നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. z - z/4 എന്ന് പറയുന്നത് പ്ലസ് 3z/4 എന്ന് വരും അല്ലേ. അതുപോലെ തന്നെ z² മൈനസ് z²/8 എന്ന് പറയുന്നത് 7/8 z² പ്ലസ് എക്സെട്ര. ഓക്കെ, 7/8. അപ്പോൾ ഇതായിരിക്കും ആൻസർ വരിക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തായിരിക്കും? ഇസഡിൻ്റെ കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ z² കോഎഫിഷ്യൻറ്റ്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
the coefficient of 1 by z cube in the Lorentz series expansion of 1 by z minus 2 for mod z greater than 2. നമുക്കിവിടെ 1 by z ക്യൂബ്, അപ്പോൾ z മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഓക്കെ ആയി, ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഇവിടെ ആ ഡിനോമിനേറ്റർ ഒന്ന് ചേഞ്ച് ചെയ്യണം. ആ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഇവിടെ നോക്കുകയാണ്. മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 2 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ലെസ് ദാനാണ് വേണ്ടത്. അപ്പോൾ മോഡ് ഇസഡ് ലെസ് ദാൻ 1/2 ആയി. അപ്പോൾ മോഡ് ഇസഡ് താഴെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കോമൺ എടുക്കണം? ഇസഡ് കോമൺ എടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇസഡ് കോമൺ എടുക്കുമ്പോൾ 1 മൈനസ് 2/z എന്ന് വരത്തില്ലേ? ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 1/z ഇൻറ്റു 1 മൈനസ് 2/z ഹോൾ റൈസ് ടു -1 എന്ന് എഴുതാമല്ലോ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/z ഇൻറ്റു 1 പ്ലസ് 2/z പ്ലസ് 2/z ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് 1/z ഇൻറ്റു 1, അതായത് 1/z പ്ലസ് 1/z ഇൻറ്റു 2/z എന്താ? 2/z സ്ക്വയർ പ്ലസ് ഇത് ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ z സ്ക്വയർ ബൈ 2 സ്ക്വയർ 4/z ക്യൂബ് വരും. ഓക്കെ, പ്ലസ് എക്സെട്ര. അപ്പോൾ ഇവിടെ കോയിഫിഷ്യൻ്റ് എന്താണ് വരിക? 1/z ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. expand f of z equal to z by z plus 1 by z plus 2 about z equal to -2 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ എന്താണ്? മേലെ നമുക്ക് ഈ പറയുന്ന പോലെ z, അതായത് z equal to -2, z plus 2ലാണ് നമുക്ക് എന്ത് വേണ്ടേ? നമുക്ക് ഈ പറയുന്ന എക്സ്പാൻഷൻ വേണ്ടേ അല്ലേ? അപ്പോൾ ഇവിടെ z plus 2 ആണ്, ഒരു പ്രശ്നവുമില്ല. ഇവിടെയും നമുക്കൊന്ന് മാറ്റണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ z plus 2ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. z plus 2 equal to 2 എന്ന് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ z എന്ന് പറയുന്നത് എന്താണ്? t -2 ആണ്. ഓക്കെ, അതുപോലെ തന്നെ z plus 1 എന്ന് പറയുന്നത് എന്താണ്? z plus 1 എന്ന് പറയുന്നത് t -1 ആലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊന്ന് റീപ്ലേസ് ചെയ്യാം. ഇതിനെ f of z equal to t -2 ഡിവൈഡഡ് ബൈ t -1 ഇൻറ്റു t വരും. ഓക്കെ ആലോ. ഇനി ഇവിടെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചുകൊണ്ട് ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ചെയ്യാം. പക്ഷേ ഇവിടെ ഇത്ര നാൾ ന്യൂമറേറ്ററിൽ 1 ആയിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്? ന്യൂമറേറ്ററിൽ t -2 ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് ഇവിടെ നമ്മളിപ്പോൾ t എടുത്തു. ഓക്കെ, t എടുത്തു എങ്കിൽ ഇത്രയും ഭാഗത്തിൽ എന്ത് കൊടുക്കണം? ഈ t equal to 0നോട് ഇക്വേറ്റ് ചെയ്യുന്ന t equal to 0 കൊടുക്കുക. ഓക്കെ, ഇത്രയും ഭാഗത്ത് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? -2 ബൈ ഇവിടെ 0 കൊടുക്കുമ്പോൾ 0 -1 -1, അതായത് -2 ബൈ -1 എന്ന് വെച്ചാൽ എന്താ? 2/t വരും. പ്ലസ് അടുത്തത് എന്ത് കൊടുക്കാം? t -1 ഡിനോമിനേറ്ററിൽ കൊടുക്കുക. ഇത് ഈക്വൽ ടു 0നോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. ആ 1 ഏത് ഭാഗത്ത് കൊടുക്കും? ഇവിടെ കൊടുക്കാം. അപ്പോൾ 1 -2 എന്ന് വെച്ചാൽ -1/t. t എന്ന് വെച്ചാൽ എന്താ? 2. t എന്ന് വെച്ചാൽ 1. ദാറ്റ് മീൻസ് -1/1. അതായത് ഇപ്പം എങ്ങനെ വന്നു? 2/t -1/t -1 എന്ന് വന്നുല്ലോ. ഓക്കെ, ഇനി എക്സ്പാൻഷൻ ചെയ്യുന്നതിന് പ്രശ്നമില്ലല്ലോ. ഇനി നമുക്ക് എക്സ്പാൻഷൻ ചെയ്യാം. അതായത് 2/t -1/t -1 എന്നാണ് കിടക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2/t മൈനസ് ഇവിടെ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് കോമൺ എടുത്താൽ പ്ലസ് ആവും 1/1 - t. അപ്പോൾ ഇതിനെ നമുക്ക് 2/t പ്ലസ് 1 - t ഹോൾ റൈസ് ടു -1 എന്ന് എടുക്കാം. അതായത് 2/t പ്ലസ് 1 പ്ലസ് t പ്ലസ് t സ്ക്വയർ പ്ലസ് t ക്യൂബ് പ്ലസ് എക്സെട്ര. ഇതായിരിക്കും ആൻസർ. അപ്പോൾ നമുക്ക് ടീനെ റീപ്ലേസ് ചെയ്ത് എങ്ങനെ എഴുതാം? 2/z + 2
പ്ലസ് 1 പ്ലസ് ഇസഡ് പ്ലസ് 2 പ്ലസ് ഇസഡ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര ആയിരിക്കും ആൻസർ വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The coefficient of 1 by z in the Lorentz series expansion of f of z equal to 1 by z into z minus 1 in the region തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 by z കോയിഫിഷ്യൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 1 by z into z minus 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ എന്ത് വേണം, നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ചെയ്യാം. അപ്പോൾ എന്ത് വരും, 1 ബൈ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 തന്നെ, 1 ബൈ സ്മോൾ എന്താണ് ഇസഡ് മൈനസ് 1 മൈനസ് ലാർജ് എന്താണ് 1 ബൈ ഇസഡ് ആണ്. ഓക്കെ, അതായത് എന്ത് വരും, ഇവിടെ 1 ബൈ ഇസഡ് മൈനസ് 1 മൈനസ് 1 ബൈ ഇസഡ് ആണ്. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കേ, 0 ലെസ് ദാൻ മോഡ് ഇസഡ് ലെസ് ദാൻ 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കോമൺ എടുക്കാനേ പറ്റുള്ളൂ, നമുക്ക് എന്ത് കോമൺ എടുക്കണം, കോൺസ്റ്റൻറ്റ് കോമൺ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് കോൺസ്റ്റൻറ്റ് -1 കോമൺ എടുക്കുമ്പോൾ 1 മൈനസ് 1 ബൈ ഇസഡ് മൈനസ് 1 ബൈ ഇസഡ് അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് സേഫായിട്ട് അവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. ഇവിടെ -1 ബൈ ഇസഡ് ഹോൾ റൈസ് ടു -1 എന്ന് വന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ഫോമിലേക്ക് ആയില്ലേ നോക്കിക്കേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഏത് ഫോമാണ് വേണ്ടതെന്ന് നോക്കാം. 1 ബൈ ഇസഡ്, അപ്പോൾ ഇവിടെ 1 ബൈ ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് 1. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഇവിടെ ഇസഡ് ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യുക, അടുത്തയിലേക്ക് നോക്കുക, ഈ കേസ് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കോമൺ എടുക്കണം എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അത് അവിടെ സെറ്റാക്കി വെച്ചു. മോഡ് ഇസഡ് ലെസ് ദാൻ 1 തന്നെയാണ് കിടക്കുന്നത്. ഇനി നമുക്കിവിടെ ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ആക്കണം എന്നുള്ള കാര്യം ഓർക്കാം. അത് കഴിഞ്ഞ് സ്പ്ലിറ്റ് ആക്കി ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും, -1 ബൈ ഇസഡ് മൈനസ് ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ കോഎഫിഷ്യന്റ് ഓഫ് 1 ബൈ z ഇൻ ദ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് f ഓഫ് z ഈക്വൽ ടു 1 ബൈ z ടൈംസ് z മൈനസ് 1 ഇൻ ദ റീജിയൻ 0 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 1. 1 ബൈ ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 1 ബൈ z ഇൻറ്റു z മൈനസ് 1. പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ പ്രശ്നമുള്ളത് ഈ ഡിനോമിനേറ്റർ നമുക്കൊന്ന് സ്പ്ലിറ്റ് ആക്കണം. അതുപോലെ തന്നെ ഇവിടെ മോഡ് z ലെസ് ദാൻ 1, അതിന് വേറെ ചേഞ്ച് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 1 ബൈ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. 1 ബൈ 1 തന്നെ. 1 ബൈ സ്മോളസ്റ്റ് എന്ന് വെച്ചാൽ ഇസഡ് മൈനസ് 1 ആണ്, മൈനസ് 1 ബൈ ലാർജസ്റ്റ് എന്ന് വെച്ചാൽ ഇസഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 ബൈ ഇസഡ് മൈനസ് 1 ബൈ ഇസഡ്. അപ്പോൾ ഇവിടെ മോഡ് ഇസഡ് ലെസ് ദാൻ 1 ആയതുകൊണ്ട് എന്ത് കോമൺ എടുക്കണം, കോൺസ്റ്റൻറ്റ് കോമൺ എടുക്കണമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ -1 ബൈ ഇസഡ് പ്രശ്നമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ സേഫ് ആക്കി വയ്ക്കാം. ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് പുറത്തെടുക്കേണ്ടത്. അതായത് എന്താണ് പുറത്തെടുക്കേണ്ടത്, -1 ആണ് പുറത്തെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് വരും, 1 ബൈ -1 പുറത്തെടുക്കുമ്പോൾ 1 മൈനസ് ഇസഡ് വരും, -1 ബൈ ഇസഡ് അങ്ങനെ തന്നെ. അതായത് -1 മൈനസ് ഇസഡ് ഹോൾ റൈസ് ടു -1 -1 ബൈ ഇസഡ് വരും. ഓക്കെ ആണോ, അതായത് -1 ബൈ ഇസഡ്. ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാമല്ലോ. ഇവിടെ ഈ മൈനസും പ്ലസ് ആവുമെന്ന് ഓർക്കുക. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെ വരിക, 1 പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് z³ പ്ലസ് എക്സെട്ര. ഇവിടെ മൈനസ് ഉണ്ടായതുകൊണ്ട് എങ്ങനെ വരും, ഇതിങ്ങനെ തന്നെ വെച്ചേക്കാം. -1 ബൈ ഇസഡ് -1 മൈനസ് ഇസഡ് മൈനസ് ഇസഡ് സ്ക്വയർ മൈനസ് z³ മൈനസ് എക്സെട്രയാണ് ആൻസറായിട്ട് വരിക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് 1 ബൈ z എന്ന് വെച്ചാൽ -1 ബൈ 1 ആണ് കോഎഫിഷ്യൻ്റായിട്ട് വരിക. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലോറൻസ് സീരീസ്. അതുപോലെ തന്നെ അല്ലാത്ത എക്സ്പാൻഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ റേഡിയസ് ഓഫ് കൺവെർജൻസിൽ നിന്ന് കുറച്ച് അഡീഷണൽ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാം. നമ്മുടെ പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ദ റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓഫ് ദ പവർ സീരീസ് സമ്മേഷൻ n is equal to 0 to infinity n square by 2 raised to n into z raised to 2n is.
ഇവിടെ ഇങ്ങനെ നോക്കിക്കേ ഇസഡ് റേസ് ടു സാധാരണ ഇസഡ് റേസ് ടു എൻ ഇവിടെ ഇങ്ങനെ ഇസഡ് റേസ് ടു 2n സെറ്റപ്പിലാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ട്രിക്ക് ഉണ്ട്. അതായത് ഇതവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള എ എന്ന് പറയുന്നത് എന്താ? എ എന്ന് പറയുന്നത് എൻ സ്ക്വയർ ബൈ 2 റേസ് ടു n ആണ്. ഇവിടെ റേഡിയസ് ഓഫ് കൺവെർജൻസ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ എൻ ഹോൾ റേസ് ടു 1/n ആയിരിക്കും. അതായത് ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് ഹോൾ റേസ് ടു 1/n. ഓക്കെ, അതായത് എന്താണ് ഇവിടെ n സ്ക്വയർ ഹോൾ റേസ് ടു 1/n. നമുക്കറിയാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഇത് പഠിച്ചു വയ്ക്കണേ, n റേസ് ടു 1/n എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ആ ഒരു സെറ്റപ്പിലേക്ക് ആക്കാൻ വേണ്ടി ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n റേസ് ടു 1/n ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അതായത് എന്താണ് 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇവിടെ ലിമിറ്റ് സെപ്പറേറ്റ് കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 റേസ് ടു n ഹോൾ റേസ് ടു 1/n എന്ന് വെച്ചാൽ 2. അപ്പോൾ ആൻസർ എന്താ വന്നത്? 1/2 ആണ്. അപ്പോൾ r എന്താണ്? 2 ആണ് കിട്ടിയത്. ഇനി ഇവിടെ ഇസഡ് റേസ് ടു 2n അല്ലേ ചോദിച്ചേക്കുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാം. ഇനി 3n ആണെങ്കിൽ എന്തെടുക്കണം? ക്യൂബ് റൂട്ട് എടുക്കണം. ഇനിയിപ്പോൾ സിംപ്ലി n ആണെങ്കിലോ ഒന്നും എടുക്കണ്ട, r=2 ആയിരിക്കും ആൻസർ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഇസഡ് റേസ് ടു 2n കാണുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, ഇസഡ് റേസ് ടു n ആണെങ്കിൽ അറിയാലോ എന്ന് ചിന്തിക്കരുത്. നമ്മൾ എന്തെടുത്താൽ മതി? സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ ആലോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്. The radius of convergence of summation n is equal to 0 to infinity 1 plus 1/n whole raised to n square by n cube into z raised to n. ഇവിടെ z raised to n ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതും കഴിഞ്ഞ ഫോർമുല തന്നെയാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ എൻ എന്ന് പറയുന്നത് ഇത് തന്നെ, 1 plus 1/n ഹോൾ റേസ് ടു n സ്ക്വയർ ഹോൾ റേസ് ടു 1/n. നമുക്കിവിടെ ചെയ്യാം n സ്ക്വയർ ഇൻറ്റു 1/n എന്ന് വെച്ചാൽ n സ്ക്വയർ ഇൻറ്റു 1/n എന്ന് വെച്ചാൽ എന്താ? n തന്നെ ഡിവൈഡഡ് ബൈ n ക്യൂബ് ഹോൾ റേസ് ടു 1/n എന്ന് വെച്ചാൽ n സ്ക്വയർ. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 plus 1/n ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചിരുന്നു, എന്താണ്? e. ഇനി നമുക്ക് എന്ത് കൊടുക്കണം? നെക്സ്റ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n സ്ക്വയർ ഹോൾ റേസ് ടു 1/n. അപ്പോൾ നമുക്കറിയാലോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n റേസ് ടു 1/n എന്ന് വെച്ചാൽ എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും? 1 സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് e ആണ്. സോ r = 1/e ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ ഇത്രയും ഓർക്കുക, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ക്യൂബ് ഹോൾ റേസ് ടു 1/n അല്ലെങ്കിൽ വേറെ ഏത് രീതി വന്നാലും നമുക്ക് എന്താ അറിയാം? അതായത് ഇതിപ്പോൾ നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റി റേസ് ടു 0 ഫോമല്ലേ വരിക. ഓക്കെ, അങ്ങനെ ഒരിക്കലും വരത്തില്ല, ആ ഒരു ഫോമിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇൻഫിനിറ്റി റേസ് ടു 0. ഓക്കെ, ഇൻഫിനിറ്റി റേസ് ടു 0 പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു ഭാഷ എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n റേസ് ടു 1/n എന്ന് പറയുന്നത് 1 ആണെന്നറിയാം. അപ്പോൾ ആ റൂട്ടിൽ കൂടെ വേണം പോകാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറയാവുന്ന നോക്കിക്കും. If the radius of convergence of the power series summation n is equal to 0 to infinity an z raised to n is 2. അങ്ങനെയാണെങ്കിൽ then the radius of convergence of the power series summation n is equal to 0 to infinity an into z raised to n whole square ആണെങ്കിൽ, അതായത് z raised to 2n ആണെങ്കിൽ എന്തായിരിക്കും? √2 ആയിരിക്കും ആൻസർ. z raised to n-ൻ്റെ 2 ആണെന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ z raised to 2n-ൻ്റെ എന്താ? √2 ആയിരിക്കും. ഒരു 3 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ലെറ്റ് എഫ് ഹാവ് എ പോൾ ഓഫ് ഓർഡർ 2 at 0. എഫ് എന്ന് പറയുന്ന പോളാണ്, ഓർഡർ 2 ആണ്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് പോൾ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ പോളാന്ന് പറയണമെങ്കിൽ അത് റാഷണൽ ഫംഗ്ഷൻ ആവണം, അതായത് p/q ഫോമിലാവണം. ഇവിടെ എന്താണ്? ഓർഡർ 2 എന്ന് പറഞ്ഞ ശരിക്കും ഇവിടെ എഫ് എന്തായിരിക്കും? എഫ് എന്ന് പറയുന്നത് 1/z² ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, റാഷണൽ ഫംഗ്ഷനാണ്, പോളാണെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇവിടെ ഓർഡർ എന്താണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലത്തെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്തോളൂ. അപ്പോൾ 1-ന് പകരം വേറെ എന്ത് വേണമെങ്കിലും വരാം, വേറെ ഏത് കോൺസ്റ്റൻസോ
അല്ലാണ്ടും വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരെണ്ണമാണ് കൺസിഡർ ചെയ്ത്. ഇനി ആൻഡ് ലെറ്റ് ജി ബി ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. അവിടെ പോൾ എന്ന് പറഞ്ഞിട്ടില്ല, പോൾ ആണെങ്കിലാണ് റാഷണൽ ഫംഗ്ഷൻ എടുക്കേണ്ടുള്ളൂ. അപ്പോൾ ജി എന്ന് പറയുന്ന ഒരു അനലിറ്റിക് ഫംഗ്ഷനാണ്. അപ്പോൾ ഇൻ ദ നെയ്ബർഹുഡ് ഓഫ് 0 ഹാവിങ് എ 0 ഓഫ് ഓർഡർ 3, 0 ഓഫ് ഓർഡർ 3, അതായത് എന്താ, റാഷണൽ ഫംഗ്ഷൻ അല്ലാത്ത ഒരു ഫംഗ്ഷൻ, അതായത് ഇസഡ്. ഓക്കെ, ഇസഡ് ക്യൂബ് ഇതെന്താണ്, 0 ഓഫ് ഓർഡർ 3 ആണ്. ഓക്കെ, ഇവിടെ എന്താണ്, ഇസഡ് ഈക്വൽ ടു 0 ഈസ് എ പോൾ ഓഫ് ഓർഡർ 2. ഇവിടെയാണെങ്കിലോ ഇസഡ് ഈക്വൽ ടു 0 ഈസ് എ 0 ഓഫ് ഓർഡർ 3 ആണ്. ഇനി നമ്മൾ ജസ്റ്റ് എഫ് ഇൻറ്റു ജി നോക്കുമ്പോൾ എന്താ വരിക, ഇസഡ് ക്യൂബ് ബൈ ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഇസഡ് ആണ്. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് എന്താണ് റാഷണൽ അല്ല എങ്കിൽ, പി ബൈ ക്യൂ ഫോമിലല്ല എങ്കിൽ അത് 0 ആണ്. ഓക്കെ, 0 ഓഫ് ഓർഡർ 1 ആണ്. അപ്പോൾ ഇസഡ് ഈക്വൽ ടു 0 ഈസ് എ 0 ഓഫ് ഓർഡർ 1. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. പോൾ എന്ന് പറയുമ്പോൾ പി ബൈ ക്യൂ ഫോമിൽ എഴുതുക. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1 ബൈ ഇസഡ് ഫോമിൽ എഴുതുക. ഇനി 0 ഓഫ് ഓർഡർ ആണെങ്കിൽ അതെന്താണ്, അത് റാഷണൽ ഫംഗ്ഷൻ അല്ലാത്ത, ഇപ്പോൾ ഇസഡ്, ഇസഡ് സ്ക്വയർ, ഇസഡ് ക്യൂബ് ഇതൊക്കെ എന്താണ്, 0 ഓഫ് ഓർഡർ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദ സിംഗുലാരിറ്റി ഓഫ് ദ ഫംഗ്ഷൻ സൈൻ ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ അറ്റ് ഇസഡ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ചാടി കയറി എന്ത് പറയും, ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ഈക്വൽ ടു 0 ഇസ് എ പോൾ ഓഫ് ഓർഡർ 2 എന്ന് പറഞ്ഞ് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും, തെറ്റിപ്പോകും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സിംഗുലാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 സൈൻ ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ ചെയ്യാം, സൈൻ ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ്, 0/0 ഫോമുല വരുന്ന. അപ്പോൾ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അനുസരിച്ച് സൈൻ ഇസഡിനെ എന്താക്കി, കോസ് ഇസഡ് ആക്കി. ഓക്കെ, സൈൻ ഇസഡ് എന്ന് പറയുന്ന കോസ് ഇസഡ്, ഇസഡ് സ്ക്വയർ 2z ആക്കി. അപ്പോൾ നമ്മൾ നോർമൽ ഫോം ആക്കി. എന്നിട്ട് വേണം നമ്മൾ പറയാനായിട്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇറ്റ് ഈസ് എ ഇസഡ് ഈക്വൽ ടു 0 ഈസ് എ പോൾ ഓഫ് ഓർഡർ 1, അതായത് സിമ്പിൾ പോളാണ്. ഇനി ഇതിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. 1/2 ഇൻറ്റു 0, 1/0 എന്ന് പറയുന്നത് എന്താണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. 0 വെച്ചൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, നോട്ട് ഡിഫൈൻഡ് ആണ്. അതായത് ഡസ് നോട്ട് എക്സിസ്റ്റ്, അങ്ങനെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡസ് നോട്ട് എക്സിസ്റ്റ് ആണെങ്കിൽ എസെൻഷ്യൽ സിംഗുലാരിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, നമ്മളിവിടെ the singularity of the function sin z by z square at z equal to 0 is, നോക്കിക്കേ, ലിമിറ്റ് z ടെൻസ് ടു 0 കോസ് z ബൈ 2z എന്ന് പറയുന്ന, കോസ് 0 എന്ന് പറയുന്ന 1/2 ഇൻറ്റു 0, 1/0 എന്ന് പറയുന്നത്, 2 ഇൻറ്റു 0 0, 1/0 എന്താണ്, 1/0 ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴാണ്, പോള് വരുമ്പോൾ. അപ്പോൾ എ സിമ്പിൾ പോളാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ട് പോയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.